ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സമയം വരെയും അവിടുത്തെ ബലമുള്ള കൈക്കീഴിൽ എങ്ങനെയാണ് താണിരിക്കേണ്ടുന്നത്, അല്ലെങ്കിൽ കീഴടങ്ങിയിരിക്കേണ്ടുന്നത്? ദൈവം മുമ്പാകെ താണിരിക്കണം, കീഴടങ്ങണം എന്നൊക്കെ പറയുമ്പോഴും എങ്ങനെയാണ് കീഴടങ്ങേണ്ടുന്നത് എന്നുള്ളത് പല സമയങ്ങളും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ വാക്യം 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നുള്ളൊരു വാക്യമാണ്. ആ വാക്യത്തിൽ അതുകൊണ്ട് അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടുന്നതിന്, ശരിക്കും പറഞ്ഞാൽ ഈ വാക്യം ഒരു കണ്ടിന്യൂവേഷനാണ്. അതായത് ഈ വാക്യം മറ്റൊരു ഭാഗത്തിൻ്റെ തുടർച്ചയാണ്. ഈ വാക്യം പോലെ തന്നെ പരമപ്രധാനമാണ് ഇതിന് തൊട്ട് പിൻപിലുള്ള വാക്യങ്ങളും. ദൈവസന്നിധിയിൽ താഴ്മയോടെ ദൈവത്തിൻ്റെ സമയം വരെയും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് കീഴ്പ്പെട്ടിരിക്കുന്നവന് മാത്രമേ ദൈവം നൽകുന്ന ഉയർച്ച അനുഭവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പല സമയങ്ങളിലും നമ്മൾ വേഗത്തിൽ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം വേഗതയുടെ കാലഘട്ടമാണില്ലേ. അതിവേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ മനുഷ്യരാഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്നേഹത്തോടെ ഞാനൊരു കാര്യം പറയട്ടെ. ദൈവത്തെ ഞാൻ മനസ്സിലാക്കിയതിൽ നിന്ന് കുറച്ചധികം വർഷങ്ങളായി ദൈവത്തെ സേവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ, ദൈവവചനം പഠിപ്പിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ, ദൈവം ഉയർത്തിയ വ്യക്തികളുടെ ജീവിതത്തെ വചനത്തോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ ദൈവം ഒരു കാര്യവും വേഗത്തിൽ ചെയ്യുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തും. കർത്താവ് എപ്പോഴാണ് വരുന്നത്? തക്ക സമയത്ത് അവിടുത്തെ പ്രത്യക്ഷത ഉണ്ടാകും. അപ്പൊ ദൈവത്തിൻ്റെ ടൈം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. ആ ഒരു സമയം വരെ അവിടുത്തെ ഹിതത്തിനനുസരിച്ച് കീഴടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ തിരുവചന സന്ദേശത്തിലൂടെ 6 കീഴടങ്ങലുകൾ, ദൈവം പ്രസാദിക്കുന്ന 6 കീഴടങ്ങലുകൾ വേഗത്തിൽ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. വളരെ ബൃഹത്തായ ഒരു ടോപ്പിക്കാണ് ഇത്. പക്ഷെ ബ്രീഫായിട്ട് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ഒരു തിരുവചന സന്ദേശം എത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നുള്ള 6 കീഴടങ്ങലുകളാണ് ഇത്. നമ്മുടെ ജീവിതത്തിലേക്കും നമുക്കൊന്ന് കൊണ്ടുവന്ന് ഒന്ന് മനസ്സിലാക്കാം. ഒരുപാട് സഹായകരമായിരിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ ദൈവവചന ധ്യാനത്തിലും പഠനത്തിലും എനിക്ക് നൽകി തന്ന ചില ആത്മീക മർമ്മങ്ങളാണ്, ആത്മീക സത്യങ്ങളാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്. അതുകൊണ്ട്, അപ്പോൾ ഈ അതുകൊണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിന് തൊട്ട് പിന്നാലെ വരുന്ന, അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപിലുള്ള വാക്യങ്ങൾ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. പല സമയങ്ങളിലും നമ്മളത് വായിക്കാറില്ല, ധ്യാനിക്കാറില്ല, ഒരുപക്ഷെ നമ്മൾ അതിനെ ഗൗരവമായിട്ട് എടുക്കാറില്ല. ഞാൻ ഈ പത്രോസിന്റെ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നി. 6 തരത്തിലുള്ള കീഴടങ്ങലുകൾ അവിടെ കാണാനായിട്ട് പറ്റും. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. 1-ാമത്തെ കീഴടങ്ങൽ, എവിടെയാണ് കീഴടങ്ങേണ്ടുന്നത്? 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണാനായിട്ട് പറ്റുന്നത് 1 പത്രോസ് 2-ന്റെ 13-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് സകല മാനുഷിക നിയമത്തിനും കീഴടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ ദയവായിട്ട് ഒരു ബൈബിൾ നിങ്ങളുടെ കൈവശം എടുത്തു വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. അപ്പോൾ കർത്താവിനെ പ്രതി എല്ലാ നിയമങ്ങൾക്കും കീഴടങ്ങണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഓരോ ക്രൈസ്തവരും അതാത് രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മീറ്റിങ്ങിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വ്യക്തി കടന്നു വന്നു. അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹെൽമെറ്റ് വെക്കാറില്ല, ഹെൽമെറ്റ് വെച്ചുമല്ല ഞാൻ ഇവിടെ വന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ ലോകത്തിലുള്ള ഒരാളല്ല, ഞാൻ മറ്റൊരു ലോകത്തിൻ്റെ അംഗമാണ്. സത്യമാണ്, മറ്റൊരു ലോകത്തിൻ്റെ അംഗമാണല്ലോ. എന്നാൽ എനിക്കിവിടെ ഇത് അനുസരിക്കേണ്ടുന്ന കാര്യമില്ല. എനിക്ക് അന്നത്തെ കാലത്ത് ഈ ദൈവവചനം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര വേദന തോന്നി. ഞാനിത് പറയാൻ മറ്റൊരു കാരണങ്ങൾ കൂടെയുണ്ട്. ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ സെമിനാരിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി 2 വീലറുകൾ എടുത്തുകൊണ്ട് പുറത്തു പോകുമായിരുന്നു. പല സമയങ്ങളിൽ ലൈസൻസ് ഇല്ലാത്ത
അന്ന് ഹെൽമെറ്റ് നിർബന്ധമല്ലായിരുന്നു. ലൈസൻസുകൾ ഇല്ലാത്ത ഞങ്ങളൊക്കെ പല സമയത്തും വണ്ടി ഓടിക്കുമായിരുന്നു. നിയമങ്ങൾ അത്രയും കർശനമല്ലായിരുന്നു. പല സമയത്തും ഞങ്ങളെ പിടിക്കുമ്പോൾ ഞങ്ങൾ ആ പോലീസുകാരോട് പറയാം, ഞങ്ങൾ സെമിനാരി സ്റ്റുഡൻസ് ആണ്. അപ്പൊ ചിലരങ്ങ് വിടും. പക്ഷെ ഒരിക്കൽ ഇങ്ങനെ പിടിച്ചപ്പോൾ ആ പോലീസുകാര് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊക്കെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നവരും ആത്മീക നേതൃത്വത്തിലേക്ക് വരേണ്ടവരുമല്ലേ. നിങ്ങളൊക്കെ ഈ അച്ഛന്മാര്, കാരണം ഞങ്ങൾ പാസ്റ്ററാണോ അച്ഛനാണോ എന്ന് പിടിച്ച ആൾക്കറിയത്തില്ല, നിങ്ങളൊക്കെ ഈ അച്ഛന്മാരൊക്കെ, നിങ്ങളൊക്കെ ഈ കൊച്ചച്ഛന്മാരൊക്കെ, സെമിനാരി എന്ന് പറഞ്ഞതുകൊണ്ടാണ്, നിങ്ങളൊക്കെ ഈ കൊച്ചച്ഛന്മാരൊക്കെ ഇപ്പോഴേ ഇങ്ങനെ ഈ നിയമം ലംഘിച്ചു തുടങ്ങിയ കുറെ കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ ഇടവകയിലെ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നിങ്ങളൊക്കെ ഈ നിയമം അനുസരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ അത് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ഒരു ഷോക്ക്ഡായി തീർന്നു. സത്യമല്ലേ ഞാൻ ഈ പറയുന്നത്? നമ്മൾ മാതൃക കാണിക്കേണ്ടുന്നവരാണ്. സീറ്റ് ബെൽറ്റ് ഇടണം, ഇൻഷുറൻസ് പുതുക്കണം, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത്. നമ്മൾ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് ആരെങ്കിലും പോയി ഇടിച്ച് ആർക്കെങ്കിലും അപകടം പറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പിശാച് എന്നെ കൊണ്ടത് ജയിച്ചു എന്നൊന്നും നമ്മൾ പറയരുത്. അതിന് നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ എൻ്റെ നന്മ ശത്രു എടുത്തുകൊണ്ട് പോയിരുന്നൊന്നും പറയരുത്. കാരണം ഈ അന്യായത്തിനൊന്നും ദൈവം കൂട്ടു നിൽക്കുകയില്ല. അതുപോലെ തന്നെ എൻ്റെ സ്നേഹിതനായ ഒരു ദൈവദാസൻ പല സമയങ്ങളിലും അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, 60 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഓടിക്കണമെന്ന് ഒരു രാജ്യത്തിന്റെ നിയമം പറയുന്നത് എങ്കിൽ നീ 60 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ദൂതന്റെ സംരക്ഷണം നിനക്കുണ്ടാകും. പക്ഷെ നീ അതിനും മുകളിൽ വാഹനം ഓടിച്ചാൽ ദൈവത്തിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടാകില്ല, ദൈവദൂതന്റെ പ്രൊട്ടക്ഷൻ നിനക്ക് ലഭിക്കത്തില്ല. ഇതെനിക്ക് മിക്ക സമയങ്ങളിലും ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോവുകയാണ്. സകല മാനുഷിക നിയമത്തിനും കീഴടങ്ങുക. ആ ഭാഗം താഴോട്ട് വരുമ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ശ്രേഷ്ഠാധികാരി എന്നൊക്കെ വെച്ച് രാജാവിന് കീഴടങ്ങണം, അതുപോലെ തന്നെ നാടുവാഴിക്ക് കീഴടങ്ങണം, രാജാവിനെ ബഹുമാനിക്കണം, അതുപോലെ തന്നെ ദൈവത്തെ ഭയപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ നിയമങ്ങളെയൊക്കെ ദൈവമക്കൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ദൈവം മുമ്പാകെ പ്രസാദമാണ്. കർത്താവിൽ കീഴടങ്ങുവീൻ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്പർ 1. രണ്ടാമത്തെ കീഴടങ്ങൽ എന്താണ്? 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് മൂർഖന്മാർക്ക് പോലും കീഴടങ്ങണം എന്നുള്ളതാണ്. ആരോടാണ് പറയുന്നത്? വേലക്കാരോട്. അവരോട് പറയുകയാണ്, പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക്, നല്ലവന്മാർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്ക് പോലും കീഴടങ്ങിയിരിക്കണം. ഈ ചിലരുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു വഴിയും സ്ഥിരമായി ലഭിക്കാത്തതിന്റെ കാരണം അവരാർക്കും കീഴടങ്ങാത്തത് കൊണ്ടാണ്. ജോലി ചെയ്യുന്നിടത്ത് കുറച്ച് കാർക്കശ്യമുള്ള ഒരാളാണെങ്കിൽ അവരനുസരിക്കത്തില്ല. പക്ഷെ വചനം പറയുന്നത് കണ്ടോ, മൂർഖന്മാർക്ക് പോലും കീഴടങ്ങണം. ദൈവത്തിന്റെ സമയം വരികയും ദൈവമാക്കി തീർക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ മുകളിൽ ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് കീഴടങ്ങിയിരിക്കുക, പറ്റുന്നിടത്തോളം എതിർപ്പ് പറയാതെ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു എന്ന് വെച്ച് മനസ്സിലാക്കുക, പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക. അതെ, ദൈവത്തിന്റെ ഹിതമാകുമ്പോൾ ദൈവം നമ്മളെ ആ സ്ഥാനത്ത് നിന്ന് അടുത്തടത്തേക്ക് പോകും. ഒരു സ്ഥലത്തും കീഴടങ്ങാതെ, ആർക്കും അനുസരിക്കാതെ, അതെ വിധേയപ്പെടാതെ മുൻപോട്ട് പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തികൾ നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. മൂർഖന്മാർക്ക് പോലും കീഴടങ്ങിയിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ആത്മീക ചിന്ത നിങ്ങളിലേക്ക് പകരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊരു ചിന്ത, ഇത്രയും നേരം പറഞ്ഞ ആത്മീക ചിന്തയല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു വേദഭാഗമാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് 3-ാമത്തെ കീഴടങ്ങൽ, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. 4-ാമത്തേത്, ഇളയവർ മൂപ്പന്മാർക്ക് കീഴടങ്ങണം. 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു കീഴടങ്ങലിന്റെ അനിവാര്യത അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ആത്മീക ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികളും, ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന ഓരോ വ്യക്തികളും ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഹാഗാറിന്റെ ജീവിതത്തിന്റെ അകത്ത്, ഹാഗാർ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ദാസിയാണ്. 2 തവണയാണ് അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകേണ്ടുന്ന സാഹചര്യം വരുന്നത്. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. 1-ാമത്തേത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലാണ്. 2-ാമത്തേത് അത് കഴിഞ്ഞ് ഏകദേശം 10-16ഓളം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലാണ്. 16-ാമത്തെ അധ്യായത്തിലെ സംഭവം എന്താണ്? ശ്രദ്ധിച്ചു കേൾക്കുക. അബ്രഹാമിന്റെ ദാസിയാണ് ഹാഗാര്. ഈ ഹാഗാരിനെ ഒരു എന്താ പറയുന്ന ഒരു കുഞ്ഞിനെ കിട്ടാനായിട്ട് അബ്രഹാമിന്റെ കയ്യിൽ കൊടുത്തത് സാറയാണ്. ഞാൻ ആ ഭാഗത്ത് നിന്ന് നിൽക്കുന്നില്ല. പക്ഷേ ഈ ഹാഗാർ ഗർഭം ധരിച്ച്
ഒരു പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? ഈ സാറ ഹാഗാരിനോട് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി, കാഠിന്യം പ്രവർത്തിച്ചു എന്നാണ്. സാറ ഹാഗാരിനോട് കാഠിന്യം പ്രവർത്തിച്ചു. അപ്പം ആ വീട്ടിൽ നിൽക്കാൻ പറ്റാതെ ഗർഭിണിയായ ഹാഗാര് വീട് വിട്ടിറങ്ങി ഒരു മരുഭൂമിയിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ഉൽപ്പത്തി 16 എഴുതിയിരിക്കുന്നത്, യഹോവയുടെ ദൂതൻ അവളെ കണ്ടിട്ട് ചോദിച്ചു, അബ്രഹാമിന്റെ ദാസിയായ ഹാഗാരെ, നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ പോയി നിന്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കുക. നീ പോയി നിന്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കുക. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിന്റെ ഉദരത്തിൽ നിന്നൊരു സന്തതി ഉണ്ടാകും, ഇസ്മായേൽ എന്ന് പേര് വിളിക്കണം, അവൻ ഇന്നതൊക്കെ ആയിത്തീരും. പക്ഷേ നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചോ? നീ ഈ മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങരുത്. നീ ഈ സമയത്ത് ആ വീട് വിട്ട് നീ ഇറങ്ങരുത്. നീ എത്രയും വേഗം തിരിച്ച് നിന്റെ യജമാനത്തിയുടെ വീട്ടിലേക്ക് പോവുക. എന്താണ് കാരണം? സത്യത്തിൽ ഹാഗാരിന്റെ ഭാഗത്താണ് നീതിയുള്ളത്. കാരണം ഹാഗാരിനോടാണ് യജമാനത്തി കാഠിന്യം പ്രവർത്തിച്ചത്. ആ സാഹചര്യത്തിൽ അവൾക്ക് അവിടെ നിൽക്കാൻ കഴിയാതെ അവൾ ആ വീട് വിട്ട് ഓടിപ്പോവുകയാണ്. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ അവളോട് പറയുന്നു, നീ തിരിച്ചു ചെന്ന് കീഴടങ്ങിയിരിക്കുക. ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കാരണം ഉൽപ്പത്തി 21 വീട് വിട്ടിറങ്ങേണ്ടുന്ന മറ്റൊരു സാഹചര്യം അവൾക്കുണ്ടായി. ഈ ഇസ്മായേൽ ഉണ്ടായി കുറച്ചു അധികം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് വീട് വിട്ടിറങ്ങുന്നത്. ആ സമയത്ത് അബ്രഹാം കൊടുത്ത വെള്ളം എല്ലാം തീർന്ന് കുഞ്ഞിന്റെ മരണം കാണാൻ വയ്യാതെയാണ് ആ മരുഭൂമിയിൽ ഇട്ടിട്ട് മാറിയിരുന്ന് കരയുമ്പോൾ ഒരു നീരുറവ അവളുടെ കണ്ണിൽ തുറന്നു കൊടുക്കുന്നതും അവള് എന്താ പറയുന്നത്, ആ കുഞ്ഞിനെ ആ വെള്ളം കുടിപ്പിച്ചതും. പക്ഷെ ആ സമയത്ത് തിരിച്ചു പോകാൻ പറയുന്നില്ല, കീഴടങ്ങാൻ പറയുന്നില്ല, നീ ഇനി വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നില്ല. അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങളിലെ വ്യത്യസ്തത എന്താണ്? ആ ഭാഗം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഗർഭിണിയായ ഈ ഒരു ഹാഗാരിന്റെ അവസ്ഥ ദൈവത്തിന് നന്നായി അറിയാമായിരുന്നു. ചൂടേറിയ മരുഭൂമിയിൽ ഈ ഗർഭിണിയായ സ്ത്രീ യാത്ര ചെയ്തു പോയാൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക, അവൾ വളരെ വേഗം ക്ഷീണതയായി ആ മരുഭൂമിയിൽ വീണ് മരിക്കുമെന്ന് ദൈവത്തിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നീ തിരിച്ചു പോവുക, നിന്റെ സമയം വന്നിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എടുത്തുചാട്ടം ആപത്താണ്. ദൈവം പറയുന്ന സമയം വരെ കീഴടങ്ങിയിരിക്കുക. ദൈവം തൻ്റെ വ്യവസ്ഥയും ദൈവം തൻ്റെ പ്രമാണവും വിട്ട് ഒരിക്കലും ചെയ്യത്തില്ല. ദൈവത്തിന് ദൈവത്തിൻ്റെതായ നിയമങ്ങളുണ്ട്, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ട്, ദൈവത്തിൻ്റെ സമയമുണ്ട്. പക്ഷെ ചില സ്ഥലത്ത് ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവരെങ്ങും കീഴടങ്ങത്തില്ല. ഒരു സ്ഥലത്തും അവർ അഡ്ജസ്റ്റ് ചെയ്തു പോകില്ല. അവരെ എങ്ങനെ ഉയർത്താൻ ദൈവത്തിന് കഴിയും? ഞാൻ പറയാം, ആവേശമല്ല ആത്മീയത. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ആത്മീയതയ്ക്കകത്തൊരു ആവേശമുണ്ട് ഇല്ലേ? കർത്താവിനെ സേവിക്കുന്നതിലും കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ നിൽക്കുന്നതിൽ പോലും ഒരു ആവേശമുണ്ട്. പക്ഷേ ആവേശം ആത്മീയതയാകണമെന്നില്ല. പത്രോസ് കാണിച്ചൊരു ആവേശമുണ്ട്. ആര് നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, ഈ രാത്രിയിൽ ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചിതറിപ്പോകും. സത്യത്തിൽ എഴുതപ്പെട്ടിരുന്നത് നിവൃത്തിയാകണം. ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ തള്ളിക്കളയുന്നത് ഒന്ന് ഒഴിവാക്കാമായിരുന്നു. അല്ലെങ്കിൽ യേശുവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞത് ഒന്ന് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? കർത്താവ് പറഞ്ഞ വാക്കിന്റെ മുകളിൽ കയറി പറഞ്ഞു. നീ എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞില്ല, ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല. തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, പ്രാകാൻ തുടങ്ങി, ആണയിടാൻ തുടങ്ങിയെന്നാണ്. ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആവേശമല്ല ആത്മീയത. ആത്മീയതയ്ക്കകത്ത് നമുക്കുണ്ടാകേണ്ടുന്ന ഒരു ശാന്തതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ, ഇതൊരാത്മീക ശുശ്രൂഷയായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, അതിവേഗതയിൽ ദ്രുതഗതിയിൽ ഒരു തീരുമാനവും എടുക്കരുത്. ഒരുപാട് കുടുംബ ജീവിതങ്ങൾ വിവാഹമോചനത്തിലേക്ക് പോയത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പലരോടും ഞാൻ ചോദിച്ചപ്പോൾ വേഗത്തിൽ വന്ന കല്യാണാലോചനകൾ, ഉടനടി സംഭവിച്ചത്, ധൃതി പിടിച്ചത്, പലതും കണ്ട് എടുത്തു ചാടിയത്, ഈ എടുത്തുചാട്ടം ആപത്താണ്. ദൈവത്തിന്റെ സമയം വരെ കാത്തിരിക്കുക. ശാന്തതയോടെ ദൈവേഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. അമിത വേഗം പാടില്ല. വാഹനം ഓടിക്കുമ്പോൾ പോലും അമിത വേഗം നമ്മളെ ആപത്തിലേക്കല്ലേ പല സമയങ്ങളിലും എത്തിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ധൃതിയുള്ള ഒരാളാണ്.
എൻ്റെ കല്യാണത്തിന്റെ സമയത്തിന് പോലും എന്നെ കൊണ്ടുവന്ന ആ കല്യാണത്തിന്റെ പന്തലിലേക്ക് കൊണ്ടുവന്ന ബ്രദർ എൻ്റെ ചർച്ചിലെ തന്നെ വിശ്വാസിയാണ്. അന്ന് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പാസ്റ്ററായിരുന്നു. അപ്പം ഈ 10:30 കല്യാണം തുടങ്ങുമ്പം നേരത്തെ എത്തണമല്ലോ. പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കുറച്ച് ദൂരം മുമ്പ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കല്യാണ വണ്ടി ഇവിടെ നിർത്തി, ഞാൻ ഇറങ്ങി നടന്നു പോക്കോളാം എന്ന് പറഞ്ഞു. അത്രയ്ക്ക് സ്പീഡുള്ള ഒരാളായിരുന്നു ഞാൻ. ഭയങ്കര സ്പീഡായിരുന്നു, പരവേശപുത്രൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഞാൻ പഠിച്ചു, പരവേശമല്ല, ആവേശമല്ല, എടുത്തിയാട്ടമല്ല, ദൈവസന്നിധിയിൽ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു താഴ്മയുണ്ട്. അപ്പം ഈ ഹാഗാരിനോട് ശരിക്കും പറഞ്ഞാൽ നീ അവിടെ പോയി കീഴടങ്ങിയിരിക്കാൻ പറഞ്ഞു. അവൾ അവിടെ പോയി കീഴടങ്ങി. പിന്നെ പ്രശ്നം ഉണ്ടായോ ഇല്ലയോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ സമയം വരെ എത്ര വർഷം പിന്നെ കീഴടങ്ങിയിരുന്നെന്നറിയാമോ? 86-ാമത്തെ വയസ്സിലാണ് ഇത്. അബ്രഹാമിന് 86 വയസ്സുള്ള സമയത്താണ് ഇത് ഉണ്ടാകുന്നത്. പിന്നെ 100 വയസ്സായി കഴിയുമ്പോഴാണ് അബ്രഹാം ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഒരു 10-14 വർഷം കീഴടങ്ങിയിരിക്കേണ്ടി വന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടെന്നാണെന്ന് ഓർത്തോണം. കാരണം ഈ ഉദരത്തിൽ ഈ കുഞ്ഞിനെ വെച്ചിട്ട് ഈ മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങുമ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിനക്ക് സന്തതി ഉണ്ടാകും, ഈ സന്തതി മരുഭൂമിയിൽ ഒരു വില്ലാളിയായി തീരും. ഭയങ്കര ദൂത കിടക്കുന്നത്. പക്ഷെ 15 വർഷം കഴിഞ്ഞിട്ടും ദൂത് നിവർത്തിക്കപ്പെടുന്നില്ല. ഞാൻ പറയട്ടെ, പറഞ്ഞ ദൂത് നിവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ ടൈം വരെയും വിശ്വസ്തയോടെ കീഴടങ്ങിയിരിക്കുക. കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞ് ഇസഹാക്ക് ഉണ്ടായപ്പോൾ അവൾ പുറത്തു പോകാനുള്ള സമയമായി എന്ന് മാത്രമല്ല, പുറത്തേക്ക് പോകുന്നു. കഷ്ടതകൾ ഉണ്ടായെങ്കിലും ദൈവം ഹാഗാറിനെ തള്ളിക്കളഞ്ഞില്ല. ഹാഗാറിന്റെ പുത്രനായ ഇസ്മായേലിൽ നിന്നാണ് 12 അറബി പ്രഭുക്കന്മാരുണ്ടായത്. എനിക്ക് ആ ഭാഗം വായിക്കണമെന്നും പറയണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. 12 അറബി പ്രഭുക്കന്മാർ, 12 പ്രഭുക്കന്മാർ ഇസ്മായേലിന്റെ തലമുറയാണ്. ഇന്നത്തെ അറബി രാജ്യങ്ങളെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു 12 പ്രഭുക്കന്മാരുടെ ഒരു ചരിത്രം നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇന്നും ആ അറബി രാജ്യങ്ങളിൽ പോലും നമുക്കൊരു അനുഗ്രഹം കാണാൻ പറ്റും. മരുഭൂമിയിൽ വില്ലാളിയായി തീർന്നവന്റെ പിൻതലമുറകൾ ഇന്നും വില്ലാളികളല്ലേ? ആ ചൂടേറിയ വെള്ളമില്ലാത്ത സ്ഥലത്ത് അവർ ജീവിക്കുന്നില്ലേ? ഇല്ലേ? എത്രയോ നാളുകൾക്ക് മുമ്പ് ഒരമ്മ നടത്തിയ കീഴടങ്ങലുകളാണ് ഇന്നും ആ തലമുറകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പോകട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയം മുമ്പോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പോവുകയാണ്. അടുത്തത് ഇതാണ് രണ്ടാമത്തെ കീഴടങ്ങൽ, മൂർഖന്മാർക്ക് കീഴടങ്ങുക. മൂന്നാമത്തേത് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഭാര്യമാരുടെ നല്ല നടപ്പ് കണ്ട് ഭർത്താക്കന്മാർ കർത്താവിങ്കിലേക്ക് വരും എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോവുകയാണ്. അതേ, അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് കീഴടങ്ങിയിരുന്നത് പോലെ ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. അവിശ്വാസികളായിരിക്കാം, മൂർഖന്മാരായിരിക്കാം, ഇട്ടിട്ട് പോകാനും അതെ ഉപേക്ഷിക്കാനും ഒന്നും ദൈവവചനത്തിന്റെ പ്രമാണമൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. വേദപുസ്തകത്തിന് അങ്ങനെയൊന്നുമുള്ള പ്രമാണമില്ല. ഇഷ്ടമുള്ള സമയത്ത് ഉടുപ്പ് മാറുന്ന പോലെ ഒന്നും മാറാൻ പറ്റില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക. അതെ, മാനസാന്തരപ്പെടാത്ത ജീവിത പങ്കാളിമാരുണ്ടെങ്കിൽ കണ്ണുനീരൊഴുക്കുക, പ്രാർത്ഥിക്കുക, ദൈവം അവരെ കൊണ്ടുവരും. അടുത്തത് ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുക. 5-5. അടുത്തത് 5-5 തമ്മിൽ തമ്മിൽ കീഴടങ്ങുക. സത്യമല്ലേ? ഇന്നത്തെ കാലത്തെ ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും കാരണം എന്താണ്? പരസ്പരം കീഴടങ്ങാത്തതാണ്. തമ്മിൽ തമ്മിൽ കീഴടങ്ങുക. കുടുംബത്തിന്റെ അകത്ത് കീഴടങ്ങണം. ആത്മീക സമൂഹങ്ങളിൽ ഒരു കീഴടങ്ങൽ ആവശ്യമാണ്. ദൈവവചനം ആഗ്രഹിക്കുകയാണ്. അതെ, ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് ഈ കാര്യം പറയുകയാണ്. അടുത്തത് 5-6. അപ്പം ഞാൻ ഇനി ആ പറഞ്ഞ വാക്യത്തിലേക്ക് പെട്ടെന്ന് വന്ന് നിർത്തുകയാണ്. പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണല്ലോ നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത്, എന്തുകൊണ്ട്? അതിന് തൊട്ടു മുമ്പിലുള്ള 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുക. അടുത്തത് തമ്മിൽ തമ്മിൽ കീഴടങ്ങുക. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ അധികം കൃപ നൽകുന്നു. അടുത്തത് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടുകൂടെ ഇരിക്കുക. യോശുവ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് പറ്റും. മോശയുടെ നിഴലായി എത്രയോ നാളുകൾ അതേ താണിരുന്നൊരു മനുഷ്യൻ. പക്ഷെ ദൈവത്തിന്റെ സമയത്ത് യോശുവയെയും ദൈവം മോശയെ പോലെ വലിയവനാക്കി. നമുക്കൊക്കെ വലിയവരാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ സമയം വരെയും കീഴടങ്ങുവാൻ പല സമയത്തും നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ നികളവും നമ്മുടെ അഹങ്കാരവും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ ഈ പറഞ്ഞ 6 കീഴടങ്ങലുകൾ, അതെ, മാതാപിതാക്കൾക്ക് കീഴടങ്ങണം, അവരെ ബഹുമാനിക്കണം, ദൈവത്തിന് കീഴടങ്ങണം. ഈ ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ എങ്ങനെയാണ് ദൈവത്തിന് കീഴടങ്ങേണ്ടതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ അത് പറയാൻ പോയാൽ ഇനിയും ഒരു അരമണിക്കൂറൂടെ മുമ്പോട്ട് പോകും. വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഈ മെസ്സേജിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ. നിങ്ങൾക്കിത് അനുഗ്രഹമായി തീർന്നുവെന്ന് അതേ വിശ്വസിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ
അതേ ചിന്തകൾ പരിശുദ്ധാത്മാവ് നൽകി തരുന്നത് പോലെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.